ഷാമ്പു ചെയ്തിട്ടും നിങ്ങളുടെ മുടിയിൽ എണ്ണമയം ഉണ്ടെങ്കിൽ കാരണം ഇതായിരിക്കും കേട്ടോ. രാവിലെ മുടി ഷാമ്പു ഇട്ട് കഴുകിയിട്ടും വൈകുന്നേരം വീണ്ടും എണ്ണമയമായി മുടിയിലെ എണ്ണമയം മുഖത്തേക്ക് വരികയും അതോടെ മുഖക്കുരു വരികയും ചെയ്യാറുണ്ടല്ലേ. എന്താണ് പെട്ടെന്ന് മുടി എണ്ണമയമാവുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഏറ്റവും വലിയ കാരണം നമ്മുടെ മുടിയുടെ തരമാണ് കേട്ടോ. നമ്മുടെ മുടി നേർത്തതും നീണ്ടതുമാണെങ്കിൽ പെട്ടെന്ന് എണ്ണമയമുള്ളതായി തോന്നും. അതുപോലെ തന്നെ ഇതിന് പിന്നിൽ ജനിതക കാരണങ്ങളും ആകാം കേട്ടോ. നമ്മുടെ മാതാപിതാക്കളുടെ മുടി വളരെ നേർത്തതും എണ്ണമയമുള്ളതുമാണെങ്കിലും നമുക്കും ഇതുപോലെ എണ്ണമയമുള്ള മുടി വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ സമ്മർദ്ദം അല്ലെങ്കിൽ അമിതമായി മുടി കഴുകൽ തുടങ്ങിയവ നിരവധി കാരണങ്ങളുമുണ്ട്. പലരും കാരണമറിയാതെ ഷാംപൂസ് ധാരാളം വാരി അപ്ലൈ ചെയ്യാറുമുണ്ട്. ദിവസവും മുടി കഴുകിയാൽ മുടിയിൽ കൂടുതൽ സെബ ഉൽപ്പാദിപ്പിക്കപ്പെടും കേട്ടോ. സെബ എന്നാൽ നമ്മുടെ മുടിയുടെ വേരുകളിൽ ഉണ്ടാകുന്ന, അതായത് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന എണ്ണയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ എണ്ണ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് എണ്ണ നമ്മൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുമൂലം തലയോട്ടി ഹൈപ്പർ ആക്റ്റീവ് ആവുകയും കൂടുതൽ സെബ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും കേട്ടോ. ഇത് മുടിയെ എണ്ണമയമുള്ളതാക്കി മാറ്റുകയും ചെയ്യും. ചിലപ്പോൾ നമ്മൾ തെറ്റായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടും നമ്മുടെ മുടി എണ്ണമയമുള്ളതായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അമിതമായി കണ്ടീഷണർ അല്ലെങ്കിൽ സെറം കാരണം മുടി എണ്ണമയമുള്ളതായി മാറാനും ചാൻസ് ഉണ്ട്. നമ്മുടെ തലയോട്ടിൽ കണ്ടീഷണർ പുരട്ടരുതെന്ന് പറയാറുണ്ട്. അതായത് കണ്ടീഷണർ പുരട്ടേണ്ടത് നമ്മുടെ മുടിയുടെ പകുതി മുതൽ താഴേക്കാണ്. നമ്മുടെ തലയോട്ടിയിൽ, അതായത് നമ്മുടെ സ്കാൽപ്പിൽ ചെയ്യേണ്ടത് ഷാംപൂസ് മസ്റ്റായിട്ട് ഉപയോഗിക്കുക എന്നതാണ്. ഷാംപൂസ് ഇടേണ്ട സ്ഥലത്ത് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. കണ്ടീഷണർ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഷാംപൂസ് ഇടാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഷാംപൂസ് തലയോട്ടിയിലും, അതായത് നമ്മുടെ തലയോട്ടിയിലെ ഡേർട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട്, അതായത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാംപൂസ് ഉപയോഗിക്കുന്നത്. പക്ഷേ കണ്ടീഷണർ നമ്മുടെ മുടിയെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനും ഒരു ഷൈനൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടീഷണർ മുടിയുടെ പകുതി മുതൽ താഴേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മുടെ തലയിൽ എണ്ണമയം കൂടാൻ വേണ്ടിയിട്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് എണ്ണമയമുള്ള തലയോട്ടി വൃത്തിയാക്കാത്തത് കൊണ്ടും ചിലപ്പോൾ നമ്മുടെ തലയിൽ എണ്ണയുടെ അംശം കൂടാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട്. നമ്മുടെ മുടിയിൽ അധികം തൊടരുത് കേട്ടോ. തൊട്ടാലും നമ്മുടെ മുടിയിൽ എണ്ണമയം കൂടാൻ വേണ്ടിയിട്ട് കാരണമാകും. കൂടാതെ ഭക്ഷണക്രമം നമ്മുടെ മുടിയിലെ നേരിട്ട് സ്വാധീനം ചെലുത്തുന്ന ഒരു സാധനമാണേ. അതുപോലെ തന്നെ വറുത്ത ഭക്ഷണം, പഞ്ചസാര, ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റ് എന്നിവ എണ്ണമയം ഉണ്ടാക്കുന്നു കേട്ടോ. നമ്മുടെ തലയിൽ പാസ്ത, സോഡ, വൈറ്റ് ബ്രെഡ് മുതലായവയിലും ഇവ ധാരാളം കാണപ്പെടുന്നു. അതിനാൽ ഇവയൊക്കെ ഒഴിവാക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന്, അതായത് നമ്മുടെ മുടിയിലെ സ്കാൽപ്പിലെ എണ്ണമയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. തലയിൽ എണ്ണമയം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖക്കുരുവെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പായിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.